ലൈഫിൽ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളൊക്കെ പോകുന്നത്. നമ്മൾ ഒരു ചൈൽഡായിരിക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. പക്ഷെ റിയാലിറ്റി ഓഫ് ലൈഫിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നുണ്ട്. സൊസൈറ്റിയിലേക്ക് നമ്മൾ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഇറങ്ങുന്ന സമയത്ത്. ബട്ട് ജാനിനെ സംബന്ധിച്ചിടത്തോളം ജാന് പോകേണ്ടി വന്ന ആ ഒരു മെൻ്റലായിട്ടുള്ളൊരു സ്ട്രഗിൾ എന്ന് പറയുന്നത് എത്രയൊക്കെ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞാലും അതിനൊരു ലിമിറ്റ് ഉണ്ടല്ലേ. ഞങ്ങളൊക്കെ സാധാരണ ആൾക്കാർ പറയുമ്പോൾ ഏറ്റവും ആ ഒരു ഇനീഷ്യൽ ഡേയ്സ്, അതായത് കുഞ്ഞിലെയുള്ള സമയത്ത് എങ്ങനെയായിരുന്നു മൈൻഡിനെ കൺട്രോൾ ചെയ്തിരുന്നത് ഈ സിറ്റുവേഷൻസിലൊക്കെ വരുമ്പോൾ? ആ ചെരുപ്പ് വേഴ്സറ്റിൽ എനിക്ക് കുറേ സാധനങ്ങളും എനിക്ക് ഇപ്പോൾ അറിയാൻ പറ്റില്ല. ബിക്കോസ് നമുക്ക് ഒരു ടീനേജർ ടൈമിൽ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ലൈഫ്. ബിക്കോസ് എൻ്റെ ഫസ്റ്റ് അട്രാക്ഷൻ പറഞ്ഞിട്ട് എൻ്റെ ഒരു ടീച്ചറുണ്ട്. നോട്ട് ഇൻ മൈ സ്കൂളിൽ, നമ്മളുടെ അടുത്ത ഒരു കുട്ടികളുടെ സ്കൂളുണ്ട്. ആ സ്കൂളിൻ്റെ ഒരു ടീച്ചറിൻ്റെ കൂടെ ഭയങ്കരമായിട്ട് അട്രാക്ഷൻ. പക്ഷെ നമ്മൾ ആ ടൈമിൽ അറിയാൻ പറ്റില്ല. ബിക്കോസ് ഇപ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവും സെക്സ്വലി എന്താ പറയുക, ജെൻസ് ആണ്, ലേഡീസ് ആണ്, ട്രാൻസ്ജെൻഡേഴ്സ് ആണ്, ഗേ ആണ്. സോ ഈ കാര്യങ്ങളും നമുക്ക് ഇപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ അത്ര നമ്മൾ വന്ന് ആൾക്കാർക്ക് അത്ര മനസ്സിലാവുന്നത്. ഈ ഓറിയന്റേഷൻ എന്താണെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ അന്നത്തെ കാലത്ത് നമുക്ക് ആ ടൈമിൽ നമുക്ക് ജെൻഡർ ഓറിയന്റൽ ഒന്നും കാര്യങ്ങളും നമുക്ക് അറിയത്തില്ല. സോ നമ്മൾ മനസ്സിൽ എന്താ തോന്നുന്നു അതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളൂ. പിന്നെ എൻ്റെ ഗ്രാൻഡ് മദർ എൻ്റെ ഭയങ്കര സപ്പോർട്ടീവ് ഉണ്ട്. കാരണം കൂടെ ആടെ എന്തെങ്കിലും ചീത്ത പറഞ്ഞില്ല ആള് സമ്മതിക്കില്ല. പിന്നെ എൻ്റെ അങ്കിൾസ് ആൻറ്റീസ് എല്ലാവരും ലൈക്ക് ഭയങ്കര ക്ലോസ് ആയിട്ട് ഇരിക്കുന്ന കുറേ ആൾക്കാരീസ് ഉണ്ട്. സോ ഇപ്പോൾ എൻ്റെ 3 aunties are there. So one is in High Court lawyer ആണ് ഗുവാഹത്തിയിൽ, ഗവൺമെൻറ് ലോയർ. സോ 1 teacher, 1 vice principal, she got just retirement. സോ ഈ 3 ആൻറ്റി എൻ്റെ ഫ്രണ്ട്സിനെ പോലെ എൻ്റെ അമ്മൻ്റെ കുറ്റങ്ങളും നമ്മൾ ഷെയർ ആക്കും. സോ അങ്ങനെയാണ് ക്ലോസ്നെസ്. പിന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ, എന്തെങ്കിലും ചെയ്യൂ. ബിക്കോസ് വാട്ടെവർ നമ്മൾ ചെയ്യുന്ന കാര്യം മാത്രം നമുക്ക് റിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ളൂ, നമ്മൾ ജെൻഡർ അല്ല. കാരണം ഇപ്പോൾ ജെൻഡറായിട്ട് നമ്മൾ റിഫ്ലക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഇൻ ഫ്യൂച്ചർ വർക്ക്ഔട്ട് ആവില്ല. ബട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും ജോലികൾ, നമ്മൾ ബിഹേവിയേഴ്സ്, നമ്മളെ ആൾക്കാർക്ക് ആ പേര് മാറുന്നത് ഇങ്ങനെയാണ്. അങ്ങനെ ആ രീതിയിലേക്ക് മാത്രമേ നമുക്ക് തിരിച്ച് കിട്ടിയിട്ടുള്ളൂ. സോ ജസ്റ്റ് ഓൾവേസ് ലൈക്ക് ബി കെയർഫുൾ, നമ്മൾ പേരെ ചീത്താവില്ല. അത്ര മാത്രം നോക്കി നമുക്ക് നന്നായി പെരുമാറുക, നല്ല രീതിയിൽ ജോലി പേരുണ്ടാക്കി എടുക്കുക അല്ലേ. അതെ. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അപ്പം ജാനിന്റെ ഒരു ചേഞ്ച് ഓവറിന് വീട്ടിൽ നിന്ന് തന്നെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. യൂഷ്വലി കുട്ടികളിൽ ഇങ്ങനെ ഒരു സംഭവം പേരൻസ് പൊതുവെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എങ്കിൽ പോലും അവരതിനെ ഇഗ്നോർ ചെയ്യുകയോ അല്ലെങ്കിൽ കുട്ടീനെ വേറെ രീതിയിൽ സൈക്കോളജിക്കലി എന്താ പറയുക, ഇത് അങ്ങനെയല്ല വേണ്ട. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരാൾ ട്രാൻസ് വുമൺ ആവാൻ അല്ലെങ്കിൽ ട്രാൻസ്മാൻ ആവാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരതിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇപ്പോഴും നമ്മുടെ സമൂഹം പറയുന്നത് നല്ലൊരു അടി കൊടുത്താൽ ശരിയാവുമായിരുന്നു എന്ന് പറയുന്ന ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അപ്പൊ ഇത് നോർമലി എല്ലാരും ചെയ്യുന്ന കാര്യമാണ്. അങ്ങനത്തെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ ജാന്റെ ലൈഫിൽ? എൻ്റെ അമ്മ കുറെ അടിക്കിട്ട്. ബിക്കോസ് നമുക്ക് പറയാൻ പറ്റില്ല 5 fingers is never same. There is lots of differences is there. Because my brother, when my younger brother, second one, when he is going to school, so അവന്റെ ഫ്രണ്ട്സ് കുറെ പറയും ഇങ്ങനെയാണ് നിന്റെ ചേട്ടന് പറയുന്നത്. പിന്നെ ചേച്ചിനെ പോലെ അങ്ങനെ മനസ്സിലാവില്ല. അവനെ വീട്ടിൽ വന്നിട്ട് പ്രശ്നമാക്കും. പിന്നെ മമ്മിക്ക് ദേഷ്യം വന്നിട്ടില്ല, മമ്മി എന്നെ അടിക്കും. പക്ഷെ അച്ഛൻ ഓപ്പോസിറ്റ്. അച്ഛൻ പറയാൻ അങ്ങനെ ചെയ്യണ്ട കുട്ടികൾ. അച്ഛന് ഇന്ന മോഡല് നമ്മളെ 3 കുട്ടികൾക്ക് ആർക്കും അടിച്ചിട്ടില്ല. എത്ര ദേഷ്യം പിടിക്കില്ല അച്ഛന്. എന്തെങ്കിലും വേണോ അത്രേ ഉള്ളൂ. അത്ര ആ ചിരിക്കും. പക്ഷെ മമ്മി ഭയങ്കര അടി. പിന്നെ കുറച്ചായിട്ട് മമ്മി എൻ്റെ ആൻറ്റി അങ്കിൾസ് എല്ലാവരുടെയും കൂടെ പഠന കാരണം സൊസൈറ്റി നമ്മളെല്ലാവരും കാര്യങ്ങളും കേട്ടിട്ട് ജീവിക്കാൻ പറ്റില്ല. ഇത് ഏത് ഏജിലാണ്? അതൊരു എൻ്റെ 10, 11, 12 एकदम എനിക്ക് എൻ്റെ മെയിൻലി എൻ്റെ ലൈഫിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് പറഞ്ഞില്ല ഈ ബേസിക്കലി നമ്മളുടെ ഓറിയൻറ്റേഷന് വേണ്ടി. പിന്നെ എൻ്റെ അച്ഛൻ റെയിൽവേയിലാണ്.
സ്കൂളിലെ എനിക്ക് അടുത്ത സ്കൂളിലെ ആ ടീച്ചർ ഹീ ഈസ് ഓൾസോ വെരി യങ് ആൻഡ് ആഫ്റ്റർ MA ഹി വാസ് വെരി ഹാൻസം വെരി ഹാൻസം സോ ലൈക്ക് വി ഓൾവേസ് ലുക്ക് ഫ്രം ദറ്റ് വിൻഡോ സോ നമ്മൾ ഈ എൻ്റെ കൂടെ ഇരിക്കുന്ന കുട്ടികളുണ്ടായി സോ നമ്മൾ എല്ലാ ടൈമിൽ പോയിട്ട് നോക്കുന്ന ഓടുന്ന ആള് വരും സോ അങ്ങനെ ഈ കുട്ടി നമ്മളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ സംസാരിച്ച് അതാ എൻ്റെ മമ്മിയുടെ സഭയിലെ കിട്ടി കഴിഞ്ഞിട്ട് മമ്മി എന്നെ അടി സൂപ്പർ അടി ജന്മത്ത് മറക്കാത്ത രീതിയിലുള്ള അടി കിട്ടി. എൻ്റെ അച്ഛന് കാരാനെ അങ്ങനെ അടിക്കണ്ട പറഞ്ഞിട്ട്. സോ നൈറ്റ് ഞാൻ വിശ്വസിച്ചു. പിന്നെ ഈ അമ്മ അച്ഛന് സംസാരിക്കുന്നത് ഞാൻ രാത്രി കെട്ടി. അച്ഛന് പറഞ്ഞ കുഴപ്പമില്ല, ഒരു 2-3 മാസമേ ഉള്ളൂ, +2 കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോയിക്കൊള്ളാം അവിടെ. കാരണം എൻ്റെ അച്ഛൻ ഹിൽ സ്റ്റേഷനിലാണ് ജോലി, NC ഹിൽസിൽ. ലാസ്റ്റ് ടൈം മൈറ്റ് ബി യു പീപ്പിൾ ഹാഡ് ടു സീൻ ഇറ്റ് ദാറ്റ് ഹാഫ്ലോങ് പറഞ്ഞിട്ട് ഒരു ലാൻഡ് സ്ലൈഡിങ് ആയിട്ട് മൊത്തം റെയിൽവേ സ്റ്റേഷൻ പോയല്ലേ. അങ്ങനെ ഒരു ന്യൂസ് ഉണ്ട്, അത് ഇപ്പോൾ ഉണ്ടോ ആ ഫ്ലഡ് ടൈമിൽ. സോ ഐ തിങ്ക് ഇറ്റ്സ് ലാസ്റ്റ് ഇയർ. സോ ആ സ്റ്റേഷനിലാണ്. സോ ആക്സസ് ഒന്നും ഇല്ല. സോ ഞാൻ കേട്ടിട്ട് ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഞാൻ ഡാൻസ് ക്ലാസ്സിൽ പോകാൻ പറ്റില്ല, പിന്നെ അച്ഛന് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് എനിക്ക് അച്ഛൻ്റെ വേണ്ടി കുക്കിംഗ് ചെയ്യണം, സ്കൂളിൽ പോകണം, ടീച്ചേഴ്സ് ജോലി, എനിക്ക് നടക്കില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പം തന്നെ പിറ്റേ ദിവസം സ്കൂളിൽ ഡ്രേസില്ലേ, ബാഗിലെ സ്കൂൾ ബുക്സ് ഒന്നുമില്ല, കുറച്ച് ടൂന്നി. സോ ഞാൻ വെച്ചാൽ ആൻറ്റിയുടെ വീട്ടിൽ പോവും. ഞാൻ വന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നേരിട്ട് ഞാൻ സ്റ്റേഷൻ മാസ്റ്റർക്ക് പറഞ്ഞ് അങ്കിൾ എൻ്റെ അച്ഛൻ പറഞ്ഞ് ആൻറ്റിയുടെ വീട്ടിൽ പോകണം, എൻ്റെ ട്രെയിനിൽ വിടാൻ വേണ്ടി പറഞ്ഞു. സോ ആ സ്റ്റേഷൻ മാസ്റ്റർ എനിക്ക് ഗാഡിയുടെ കമ്പാർട്ട്മെൻറ്റിൽ വന്നിട്ട് ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷൻ മാസ്റ്ററിലെ കബിനിൽ കൊടുത്ത് മതി കുട്ടിക്ക് ആൻറ്റി കൊണ്ടുപോയി കളെ. ബിക്കോസ് എൻ്റെ അച്ഛൻ്റെ ഫാമിലി ഇസ് വെരി വെൽ നോൺ ഫാമിലി. ഡോക്ടർ ഭൂപൻ ഹസരിക ഒരു മ്യൂസിക് ഡയറക്ടർ ബോളിവുഡിൽ. സോ ഹി ഈസ് മൈ അച്ഛൻ അമ്മവൻ. സോ വി ആർ ഫ്രം ദാറ്റ് ഫാമിലി. സോ ഈ ഗുവാഹത്തി സിറ്റിയിലെ മൊത്തം ആൾക്കാർക്ക് അറിയാം. സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞ ആ കുഴപ്പമില്ല പറഞ്ഞിട്ട് സ്റ്റേഷനിലെ ഗുവാഹത്തി സ്റ്റേഷനിൽ എത്തിയിട്ട് എൻ്റെ ആൻറ്റിയുടെ വീട്ടിൻ്റെ നമ്പർ ചോദിച്ചു. ആ ടൈമിൽ നമുക്ക് ഫോണൊന്നുമില്ല, ലാൻഡ് ഫോൺ മാത്രമേ ഉള്ളൂ. സോ വീട്ടിലെ വിളിച്ച് ആൻറ്റി പറഞ്ഞ ഞാൻ എൻ്റെ ആൻറ്റി മെഡിക്കൽ കോളേജിൽ നഴ്സ് സൂപ്പർവൈസർ ഉണ്ട്. സോ ആൾ പറഞ്ഞ് ഞാൻ തിരിച്ച് വന്ന ടൈമിൽ പിക്ക് ചെയ്ത് കൊള്ളാം പറഞ്ഞിട്ട് ആൻറ്റി പറഞ്ഞ് കൊണ്ടുപോയി. ഞാൻ ഭയങ്കര കാരണം എനിക്ക് അടി, കാരണം മൊത്തം മുഖം മാർക്സ് ഉണ്ടല്ലേ, മമ്മി ശരിക്കും അടിച്ച്. ആൻറ്റി എൻ്റെ പറ്റി ചോദിച്ചു. ഞാൻ പറഞ്ഞ എനിക്ക് ജോലിയിൽ വിടാൻ പറഞ്ഞ്. ആൻറ്റി അറ്റ് ദ ടൈം ഐ വാസ് ഓൺലി 13.5 years. ജാൻമണിയെ എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? ബിഗ് ബോസിലെ ജാൻമണിയായി അറിയാത്ത മലയാളി പ്രേക്ഷകർ ഇപ്പോൾ വളരെ കുറവാണെന്ന് പറയാം. ജാൻമണിയെ ആദ്യമൊന്നും ഇഷ്ടമില്ലായിരുന്നുവെങ്കിലും ആ പേരിനോട് ഇഷ്ടം തോന്നി തുടങ്ങിയത് പല കോമഡി കഥാപാത്രങ്ങളുമായി നമ്മൾ അതിനെ ഒന്ന് താരതമ്യം ചെയ്തു തുടങ്ങിയപ്പോഴാണ്. ബിഗ് ബോസിൽ പ്രാക്കും ശാപവാക്കുകളും ഒക്കെ പറഞ്ഞിരുന്ന ജാൻമണി അല്ല ഇന്ന് പ്രേക്ഷകർക്ക് അറിയാവുന്നത്. വളരെ രസകരമായി സംസാരിക്കുന്ന, തമാശകൾ പറയുന്ന, കൂളായി നടക്കുന്ന ഒരു ജാൻമണിയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ആ ജാൻമണിയോട് എല്ലാവർക്കും ഒരു ഇഷ്ടവുമുണ്ട്. ഇപ്പോൾ ജാൻമണിയുടെ വിവാഹത്തെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. കുറെ നാളുകളായി ജാൻമണി കല്യാണം കഴിക്കുന്നില്ലേ, കല്യാണം കഴിക്കുന്നുണ്ടോ തുടങ്ങിയ നിറയെ കാര്യങ്ങൾ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു. ഇത്രയും പണമൊക്കെ ഉണ്ടാക്കുന്നില്ലേ, എന്തുകൊണ്ടാണ് ഒരു വിവാഹം കഴിക്കാത്തത് എന്നൊക്കെ. തന്നെ ശല്യപ്പെടുത്തുന്നവരെ കുറിച്ചൊക്കെ ജാൻമണി തുറന്നു പറഞ്ഞ വീഡിയോകളൊക്കെ വൈറലായിട്ടുണ്ട്. തനിക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നും ആ കല്യാണം കഴിക്കേണ്ട ആൾക്കുണ്ടാവേണ്ട പ്രത്യേകതകളും ഒക്കെ ജാൻമണി പറയാറുണ്ട്. ഇപ്പോൾ ഏറ്റവും തിരക്കുള്ള സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുകളിൽ ഒരാളാണ് ജാൻമണി. ജാൻമണി പറഞ്ഞൊരു വലിയ പ്രസ്താവനയാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നത്. മറ്റൊന്നുമല്ല, തന്റെ വിവാഹത്തെക്കുറിച്ചാണ് ഈ പ്രസ്താവന. തന്നെ വിവാഹം ചെയ്യുന്ന ആൾക്ക്, തന്നെ സ്നേഹിക്കുന്ന ആൾക്ക് 1 ലക്ഷം രൂപ വീതം മാസം കൊടുക്കുമെന്നാണ് പറയുന്നത്. ശമ്പളമാണ് 1 ലക്ഷം രൂപ ഒരു മാസം കൊടുക്കുമെന്ന് പറയുന്നത്. അങ്ങനെ മാസം തോറും 1 ലക്ഷം രൂപ തന്നെ വിവാഹം കഴിക്കുന്ന വ്യക്തിക്ക് കൊടുക്കും. അതെന്തിനാണെന്നല്ലേ? അത് തന്നെ സ്നേഹിക്കുന്നതിനും ലാളിക്കുന്നതിനും കൊഞ്ചിക്കുന്നതിനുമൊക്കെയാണ് ഈ പൈസ അല്ലെങ്കിൽ ഈ പണം ജാൻമണി തന്റെ ഭാവി വരന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇതുപോലൊരു സ്റ്റേറ്റ്മെന്റ് മുൻപ് മറ്റു ചില താരങ്ങളും പറഞ്ഞതായിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ അറിയാം. അതിന് പിന്നാലെയാണ് ജാൻമണിയുടെ ഈ പ്രസ്താവന. ബിൻസിയും കഴിഞ്ഞ ദിവസം തന്റെ ഭാവി വരന് വേണമെങ്കിൽ ജോലിയില്ലെങ്കിൽ അങ്ങോട്ട് ശമ്പളം കൊടുത്ത് വീട്ടിലിരുത്താം, പക്ഷെ തന്നെ ഒന്ന് കൊഞ്ചിക്കണം, ലാളിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ്
ജാൻമണിയുടെ പ്രസ്താവന. മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണി ദാസിനോടൊപ്പമുള്ള ഒരു അനുഭവം കഴിഞ്ഞ ദിവസം ഡാൻസർ കൽപ്പന പങ്കുവച്ചിരുന്നു. നടി അർച്ചന സുശീലിന്റെ ചേച്ചിയാണ് കൽപ്പന. ജാൻമണിയെ അബുദാബിയിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു എന്ന് കൽപ്പന പറയുന്നു. രഞ്ജിനി ഹരിദാസിന്റെ യൂട്യൂബ് ചാനലിൽ സംസാരിക്കുമ്പോഴായിരുന്നു ഇവർ ജാൻമണിയെ അബുദാബി ഷോയിൽ കൊണ്ടുപോയി. മേക്കപ്പ് ആർട്ടിസ്റ്റായി. എനിക്ക് 2 ദിവസം കഴിഞ്ഞ് ഷോ ആണ്. ഷോയ്ക്ക് മുമ്പോ ശേഷമോ എനിക്ക് കറങ്ങാനോ മാളുകളിൽ പോകാനോ ഇഷ്ടമല്ല. പ്രാക്ടീസ് ചെയ്ത് റൂമിൽ വരിക, ഉറങ്ങുക. എന്നാൽ ജാൻമണിക്ക് പുറത്തു പോകണം. ഞാൻ വൈകിട്ട് പ്രാക്ടീസ് കഴിഞ്ഞ് വരുമ്പോൾ ജാൻമണി റെഡിയായിട്ടുണ്ട്. നെയിൽ പോളിഷും മേക്കപ്പും എല്ലാം ഇട്ട് ടൈറ്റായ നീല വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. താല്പര്യമില്ലാഞ്ഞിട്ടും ഞാൻ കൂടെ പോയി. ഞാനാണ് ക്യാമറാമാൻ. എന്റെ മൊബൈലും എടുത്ത് ഇവളുടെ പിറകെ പോകുന്നു. ഇവൾ ഓടി പഴയ സിനിമകളിലെ ശ്രീദേവിയെ പോലെ പോസ് ചെയ്യുന്നു. ആളുകൾ ശ്രദ്ധിക്കുന്നതിൽ ജാൻമണിക്ക് സന്തോഷമാണ്. കോഫി ഷോപ്പിൽ കയറി കോഫി കുടിക്കണമെന്ന് പറഞ്ഞു. റൂമിൽ പോയി ഓർഡർ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞതാണ്. എന്നാൽ കേട്ടില്ല. ഞാൻ കോഫി എടുക്കാൻ പോകവേ കൽപ്പന രക്ഷിക്കൂ എന്ന് പിറകിൽ നിന്ന് വിളി. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ 2 അറബികൾ ഇവളെ പൊക്കിക്കൊണ്ടു പോകുന്നു. കാറിൽ കുത്തിക്കയറ്റി ഫുൾ സ്പീഡിൽ കാറ് പോയി. കാറിന്റെ മുന്നിൽ പോയി ഞാൻ തടഞ്ഞു. എന്നെ പിടിച്ചു മാറ്റി. ഞാൻ കരഞ്ഞ് കോലം കെട്ടു. ഞാൻ ഷോ ഓർഗനൈസറെ വിളിച്ചു. എന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ആരോ കൊണ്ടുപോയെന്ന് ഞാൻ പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാനെത്തി. പോലീസുകാർ തന്നെയാണ് കൊണ്ടുപോയതെന്ന് പിന്നീടാണ് അറിയുന്നത്. ആൾമാറാട്ടത്തിനാണ് അറസ്റ്റിലായത്. ജാൻമണിയുടെ പാസ്പോർട്ടിൽ പുരുഷൻ എന്നാണ് ഉള്ളതെന്നും